ചാവോ വെൽക്കം ടു ഇറ്റലി ബൈ മല്ലൂസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ് കേട്ടോ. മലയാളികൾ ആരും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത റോമിലുള്ള ഒരു ചെറിയൊരു ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടോട്ട് പോകാനായിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. എനിക്ക് ടിക്കറ്റിന് €2.60 കേട്ടോ ആയത്. റോമിലുള്ള ത്രസ്തേവരെ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ എടുത്തത്. ബ്രച്ചാനോയ്ക്ക് അല്ലെങ്കിൽ വിത്തർബയിലോട്ടുള്ള ട്രെയിൻ എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂറിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഒരു കബാബ് വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അടിപൊളി കബാബായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു, കൊള്ളായിരുന്നു. എന്തായാലും പപ്പേനെ നോക്കടാ, പപ്പേനെ നോക്ക്. ഡയല എങ്ങനെ നോക്കട്ടെ, നോക്കട്ടെടാ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്നിറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുവാണ്. അപ്പോൾ അങ്കുല്ലാരയിലാണ് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ബസ് വരും. ബസ് വരുമ്പോൾ അതിൽ കയറി നമുക്ക് കറക്റ്റ് ലേക്കിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളെ കൊണ്ട് ഇറക്കുന്നത്. നമ്മളപ്പോൾ പോകുന്നത് അങ്കുല്ലാര ലേക്കിലോട്ടാണ് കേട്ടോ. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ബസ് സർവീസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ബസ് എടുത്താൽ 15 മിനിറ്റേ ഉള്ളൂ ലേക്കിൻ്റെ ഫ്രണ്ടിൽ എത്താൻ വേണ്ടിയിട്ട്. ബസ്സിന് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് €2 അത് ക്യാഷായിട്ട് തന്നെ പേ ചെയ്യാൻ നോക്കണം. അങ്ങനെ ഞങ്ങൾ ലേക്കിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അധികം ചൂടില്ല എന്നാൽ അധികം തണുപ്പും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അവിടെ എത്തിയ പാടെ തന്നെ ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അധികം തിരക്കും ഇല്ലായിരുന്നു. ഞങ്ങൾ എത്തിയ സമയത്ത് നല്ല തണലും കാമായി നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ടെൻഷനും വേണ്ട. അവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് റൗണ്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ സേഫ്റ്റിയുടെ കാര്യവും ഷുവറാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ടൗൺ ഉണ്ട്. അപ്പോൾ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ അകത്തോട്ട് ബസ് കയറത്തില്ല. അപ്പോൾ നമുക്ക് നടന്ന് തന്നെ അതിൻ്റെ അകത്തോട്ട് കയറേണ്ടി വരും. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഓൾഡ് ടൗൺ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബോട്ട് സർവീസ് ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ബോട്ട് സർവീസ് നമ്മൾ അന്വേഷിച്ചപ്പോഴേ €7 ഒരാൾക്ക് പറയുന്നത്. അപ്പോൾ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ ലേക്ക് ഫുൾ റൗണ്ടാക്കി അവർ കാണിച്ചു തരും. പിന്നെ ഇങ്ങനെ ബോട്ടിൻ്റെ കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ബാക്കിൽ പുക പടരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എവിടെയോ തീ കത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോഴേ ഈ പ്ലെയിൻ ആണെങ്കിൽ 2-3 വട്ടമായിട്ട് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച് ടൂറിസ്റ്റ് കൊണ്ട് കറങ്ങുന്നതായിരിക്കും എന്ന് വിചാരിച്ച് നോക്കി. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല അതെന്തോ എമർജൻസിയുടെ ആണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുക പടരുന്നുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഈ പ്ലെയിന് ലേക്കിൽ നിന്ന് വെള്ളം എടുത്ത് ഈ തീ എവിടെയാണോ കത്തുന്നത് അവിടെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇതൊരു 10-15 വട്ടം ഇങ്ങനെ വട്ടയിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ആ ഫ്ലൈറ്റ് പോയി വെള്ളം ഒഴിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ എബിയുടെ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് എപ്പോഴും ഇത് തന്നെയാണ്. കാരണം നമുക്ക് റോമിൽ നിന്ന് എത്താനും എളുപ്പമാണ്, എന്നാൽ ട്രാവൽ ചെയ്യുമ്പോൾ വലിയ മടുപ്പും ഇല്ല. എന്നാൽ ഇത്രയും കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അങ്ങനെ ലേക്കിലൊക്കെ കുളിച്ച് തിമിർത്തിട്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സമയമായി. അപ്പോൾ ബസ് എടുക്കാനായിട്ട് നമ്മൾ എവിടെയാണോ ഒന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് തന്നെ ബസ് എടുത്ത് അത് നമ്മൾ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.